Hare Krishna, Krishna Krishna Hare Hare, Hare Rama Hare Rama, Rama Rama Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare.
അങ്ങനെ കേൾക്കാൻ ഇനി അല്ലാണ്ടൊക്കെ ഇങ്ങനെ നിവൃത്തിയില്ലല്ലോ. നാരായണ 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 ഹരേ നമ. ഗുരുവായൂരപ്പ. ശ്രീ ഗുരുവായൂരപ്പന്റെ കാരുണ്യവും ശ്രീമദ് ഭാഗവത സേനാപതിയായ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹവും വിഘ്നേശ്വരനായിരിക്കുന്ന ആ മഹാമൂർത്തിയുടേതായ കാരുണ്യവും എല്ലാം മഹാദേവന്റേതായ കൃപാകടാക്ഷവും ഗുരുനാഥന്മാരുടെ അനുഗ്രഹവും കൊണ്ട് ഈ തുലാസംക്രമ ദിവസം നവരാത്രി ആരംഭിക്കുന്നതായ ഈ പുണ്യസുദിനത്തില് ഏകദേശം പറഞ്ഞാൽ തുലാസംക്രമം തൊട്ട് കഴിഞ്ഞിരിക്കുന്ന പുണ്യമുഹൂർത്തത്തില് പതിവ് പോലെ നമ്മളെ ശ്രീമദ് ഭാഗവത ഉപാസന ഭാഗവതത്തിന്റെ 4ാമത്തെ ദിവസം സഹസ്രനാമത്തോടുകൂടി ഗുരുപരമ്പരകളെ ആചാര്യ പരമ്പരകളെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഹരേ ഗുരുവായൂരപ്പ. നാരായണ 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. േജവ്യാസാശ്രീ വിശ്വരൂപോ മഹാവിഷ്ണുർദേവതാ ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഹരം സർവലോകൈകനാഥം.
ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവൽപ്രഭു ഭൂതവൃദ്ഭൂതവൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച ഉക്താനാം പരമാഗതി അവ്യയപുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷരേവ ച യോഗോ യോഗവിദാം നേതാ പ്രധാനപുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ സർവശർവശിവസ്ഥാനുർഭൂതാദിർനിധിരവ്യയ സംഭവോ ഭാവനോ ഭർത്താ പ്രഭവ പ്രഭുരീശ്വര സ്വയംഭൂവ ശംഭുരാദിത്യ പുഷരാക്ഷോ മഹാസ്വര അനാദിഘനോ ദാതാ വിധാതാധാതുരുത്തമ അപ്രമേയോ ഋഷീകേശ പത്മനാഭോ മലപ്രഭു വിശ്വകർമാ മനുസ്ത്വഷ്ടാസ്ത്വവിഷ്ടസ്തവിഹോ ധ്രുവ അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ധീരാക്ഷപ്രദർദന പ്രഭൂതസ്ത്രികൗദ്ധാമ പവിത്രം മംഗളംബരം ഈശാന പ്രാണദ പ്രാണോ ജ്യേഷ്ഠശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ സൂദന ഈശ്വരോ വിക്രമീ ഹൻവീ മേധാവീ വിക്രമക്രമ അനുത്തമോ രാധേഷകൃതജ്ഞാത്മവാൻ സുരേഷ ശരണം ശർമ്മ വിശ്വരേതാഹ പ്രജാഭവ അഹസ്വത്സരോ വ്യാള പ്രത്യയ സർവദർശന അജ സർവേശ്വര സിദ്ധി സർവാധിരക്ഷുര വൃഷാവിരമേയാത്മാ സർവയോഗ വിനിസ്മൃത വസുർവസുമനാ സത്യ സമാത്മാ സംവിധ സമ അമോഘ പുണ്ഡരീകാക്ഷോ ഷാരുധി രുദ്രോ ബഹുശിരാവഭ്രോ വിശ്വയോനിശ്രീശ്രവാ അമൃതശാശ്വതസ്ഥാനോ വരാരോഹോ മഹാകപാ സർവഗ സർവവിദ്വാനോ വിശ്വക്സേനോ ജനാർദ്ദന വേദോ വേദവിദവ്യംഗോ വേദാംഗോ വേദവിൽകവി ലോകാധ്യക്ഷസുരാധ്യക്ഷോ ധർമാധ്യക്ഷകൃതാനക ചതുരാത്മാ ചതുർവ്യൂഹശ്ചതുർദംഷ്ടശ്ച ബഹുഭുജ ഭ്രാജിഷ്ണുർഭോജനം ഭോഗാ സഹിഷ്ണുർജഗദാദിജ അനഘോ വിജയോ യേതാ വിശ്വയോനി പുനർവസു ഉപേന്ദ്രോ വാമന പ്രാംശുരമോഹശുചിരോചിത അതീന്ദ്രസംഗ്രഹ സ്വർഗോ നിയമോ യമ വേദ്യോ വൈദ്യ സദാ യോഗീ വിഗ്രഹ മാധവോ മധു അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബല മഹാബുദ്ധ്യർ മഹാവീര്യോ മഹാശക്തിർ മഹാദ്യുതി അനിർദേശവപുശ്രീമാനമേയാത്മാ മഹാദുർഗ മഹേശ്വാസോ മഹീ ഭർത്താ ശ്രീനിവാസസ്വകാംഗതി അനിരുദ്ധസുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംവതി മരീചർഗമനോഹം സസുവർണോ ഭുജഗോത്തമ ഹിരണ്യനാഭസുരവാ പത്മനാഭ പ്രജാപതി അമൃത്യു സർവദൃക്സിംഹ സന്ധാകാസന്ധിമാൻ സ്ഥിര അജോരുമരിഷണ ശാസ്താ വിശ്രുതാത്മാ സുധാരിഹ പുരുപുരുഗവോധാമ സത്യ സത്യപരാക്രമ നിമിഷോ നിമിഷസ്രഗ്രീവാചസ്മതിരുദാരവീയ അഗ്രണീയം ബ്രാഹ്മണീയ ശ്രീമാന്യായോ നേദാസമീരണ സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാൽ ആവർത്തനോ നിവൃത്താത്മാ സമൃദ്ധ സംഭ്രമർദ്ദനാഹ സംവർത്തവോ വൻഹിരനിരോധരണീധര പ്രസാദ പ്രസന്നാത്മാ വിശ്വഭുഗ്വിഭോ സത്കർത്താ സത്കൃത സാധുർജന്മനാരായണോ നര അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ടശിഷ്ടലക്ഷുരി സിദ്ധാർത്ഥ സിദ്ധസങ്കൽപ്പ സിദ്ധിദ സിദ്ധിസാധന വൃഷാഹി വൃഷഭോ വിഷ്ണു വൃഷപർവാ വൃഷോദര അർദ്ധനോ വർത്തമാനശ്ചാവിവിക്രശ്രുതിസാദര സൂര്യോ ദുർധരോ വാഗ്മി മഹേന്ദ്രോ വസുദോ വസു നൈകരൂപോ ബൃഹദ്രൂപശിഷ്ടപ്രകാശന
ओजस्तेजोद्युतिधर प्रकाशात्मा प्रतापन वृद्धस्पष्टाक्षरो मन्त्रश्चन्द्रांशो भास्करद्युति अमृतांशोद्भवो भानु शशबिन्दुः सुरेश्वर औषधं जगदस्वेदु सत्यधर्मपराक्रम भूतभव्यभवन्नाथ पवन पावनो नर कामः कामकृत्कामः कामप्रजप्रभो युगादियुगावर्तो निगमायो महाशन अदृश्यो व्यक्तयो पश्चात्सहस्रजिदनन्दजित् इष्टो विशिष्टशिष्टेष्टशिखण्डी वपुषो वृष क्रोधः क्रोधकर्ता विश्वबाहुर्महीधर अच्युत प्रथित प्राण प्राणदो वासवानुज अपानिधिरधिष्ठानमप्रमत्वप्रतिष्ठित स्कन्दस्कन्दधरो धुर्यो वरदो वायुवाहन वासुदेवो विरथानुरादिदेव पुरन्दर अशोकस्तारणस्तारशूरशव्यजनेश्वर अनुकूलश्वतावर्त पत्नी पद्मनिवेक्षण पद्मनाभोरविन्दाक्ष पद्मगर्भशरीरभृत् महर्धिरर्थो वृथात्मा महाक्षो गरुडध्वज अकुलशरथो भीमस्वमयज्ञो हविर्हरि सर्वरक्षणरक्षण्यो लक्ष्मीवान् समिञ्जय विक्षरो रोहितो मार्गो हेत्वदामोदरस्तः महीधरो महाभागो विद्वानमिदासन उद्भवक्षोभणो देव श्रीगर्भपरमेश्वर करणं कारणं कर्ता विकर्ता गहनो व्यवसायो व्यवस्थान संस्थानस्थानो ध्रुव परद्धि परमस्पष्टस्तुष्टपुष्टसुभेक्षण रामो विरजो मार्गो नयो नयोनय वीरशक्तिमतां श्रेष्ठो धर्मो धर्मविदुत्तम वैकुण्ठपुरुषप्राणप्राणद प्रणवप्रभो हिरण्यगर्भशत्रुघ्नो व्याप्रो वायुरथोक्षय सुदर्शनकाल परमेष्ठी विग्रह उग्रसंवत्सरो दक्षो विश्रामो विश्वदक्षिण स्थावरस्थानुप्रमाणं बीजमव्ययम् अर्थो नर्थो महाघोषो महाभोगो महाधनम् अनिर्विन्नस्तविष्ठो भो धर्मयुगो महामख नक्षत्रमेरियं नक्षत्री क्षमक्षामस्वमीहन यज्ञैर्यो महेयश्चक्रसत्रं सहाङ्गदी सर्वदर्शी विमुखात्मा सर्वज्ञो ज्ञानमुत्तमम् सुखोषसुखद मनोहरो निधक्रोधो वीरबाहुर्विधारण स्वावनस्वशो व्याभीमैकात्मा मैककर्मवृत् वत्सलो वत्सलो वत्सीरत्नगर्भो धनेश्वर धर्मवृद्धर्मी सदसक्षरमक्षरम् अविज्ञातासहस्रांशुर्विधातालक्षण गभस्तिनीवि सत्त्वस्थितो भूतमहेश्वर आदिदेवो महादेवो देवेशो देवभृद्गुरु उत्तरो गोपद्यर्गोक्ता ज्ञानगम्य पुराण शरीरभूतभृद्भोक्ता कपीन्द्रो भूरिदक्षिणा सोमो मृतपस्सोम पुरुहिल् पुरुषोत्तम विजयो जयसत्यसन्धो दाशायः सत्वदाम्बली जीवो विदितासाक्षी मुकुन्दो मिदविक्रम अम्भो विधिरनन्दात्मा महो विषयोऽन्तक अजो महायः स्वाभाव्यो मित्रप्रमोदन आनन्दो नन्दनो नन्दः सत्यधर्मा त्रिविक्रम महर्षि कविराजार्य कृतज्ञो मेदिनीपति
त्रिपदस्त्रिदशाध्यक्षो महाशृङ्गकृतान्तर् महावराहो गोविन्द सुरेण कनकाङ्गी गुह्यो गभीरो गहनो पदश्चक्रगदाधर वेदास्वाङ्गोदितकृष्णो सङ्गर्षणोच्युता वरुणो वारुणो रक्षपुष्कराक्षो महावनाः भगवान् भगवानन्दीवनमारीहरायुध आदित्यो ज्योतिरादित्यः सहिष्णुर्गतिसत्तमः सुधन्वाखण्डवलशुर्दारुणो द्रविणप्रजा सर्वदृग्व्यासो वाचस्पतिरयो निज सामगस्सामनुपानं भेषजं विषक् संन्यासवृक्षमशान्तो निष्ठाशान्तिपरायणम् शुभाङ्गशान्तिदर्शनाकुवलेशय मोहिनो गोपयगोप्राशभाक्षो प्रिय अनिवर्तिनिवर्तात्मा सक्षेत्राक्षेमरुचिव श्रीवत्सवक्षा श्रीनिवास श्रीपति श्रीमदाम्बर श्रीवास श्रीविभावन श्रीधर श्रीधर श्रेय श्रीमानश्रेय सोक्षस्वंगसदानन्दो नन्द्योगणेश्वर विदिदात्मा विषयात्मा सकीर्तिच्छिन्न संशय उदीर्ण सर्वदश्चक्षुरनीश शाश्वतस्थिर भूषयो भूषणो भूयविशोकशोकनाशन अर्तिष्माच्युतकुम्भो विशुद्धात्मा विशोधन अनिरुद्धो प्रतिरथप्रद्युम्नो विदविक्रम कालनेमिहावीरशूरनेश्वर त्रिलोकात्मा लोकेश केशवकेशिहारि कामदेव कामपाल कामी कान्तकृतागम अनिर्देशवहुर्विष्णु वीरो नन्दो धनञ्जय ब्रह्मण्यो ब्रह्मकृत् ब्रह्मा ब्रह्म ब्रह्म विवर्धन ब्रह्मविद्ब्राह्मणो ब्रह्मी ब्रह्मज्ञो ब्राह्मणप्रिय महाब्रह्मो महाब्रह्मा महावेद्या महोरग महाकरुर्महायज्ञा महायज्ञो महाहवि स्तव्यस्तवप्रियस्तोत्रं स्तुतिस्तोदारणप्रिय पूर्णपूरैरावण्य पुण्यकीर्तिरनामय मनोजवस्तीर्थकरो वसुरेगा वसुकृत वसुकृतो वासुदेवो वसुर्वसुमनाहवि सद्गतिस्वत्परायण शूरसेनो यदुश्रेष्ठः सन्निवासस्तुयामुन भूतावासो वासुदेवः सर्वासुनिलयो नर दर्पः दर्पदो दरोधावराजित विश्वमूर्तिर्महामूर्तिर्दीप्रमूर्तिरमूर्तिमान् अनेकमूर्तिरव्यक्तमूर्तिशरानन एकोनैव सवाक्यं यत्कल्पदमनुत्तमम् लोकबन्धुर्लोकनाथो माधवो भक्तवत्सल सुवर्णवर्णो हेमाङ्गो वराङ्गश्चन्द्रनाङ्गदी वीरः विषमशून्यो वृथाशीरचरश्चर अमानी मानदो मान्यो लोकस्वामी त्रिलोकदृक् सुमेधा मेघजोधन्यः सत्यमेधाधराधर तेजो वृषोद्युतिधर सर्वशस्त्रभृताम्बर प्रग्रहो निग्रहो व्यग्रो नैव शुद्धो गदाग्रज चतुर्मूर्तिश्चतुर्बाहुश्चतुर्व्यूहश्चतुर्गति चतुरात्मा चतुर्भावश्चतुर्वेदविधेकवाल् समावर्तो निवृत्तात्मा दुर्जयो दुरधिक्रम दुर्लभो दुर्गमो दुर्गो दुरावासो दुरारिः शुभाङ्गो लोकसारिङ्गसुसन्दुवर्धन इन्द्रकर्मा महाकर्मा कृतकर्मा कृतागम उद्भव सुन्दर सुन्दोरत्ननाथ सुलोचन अर्को वायसन शृङ्गी जयन्त सर्वविजयी
सुवर्णबिन्दुरक्षोभ्य सर्ववागीश्वरेश्वर महाहृदो महागर्तो महाभूतो महादिधि कुमुदकुन्दर कुन्दपर्जन्य पावनोनिर अमृताशोमृतवपु सर्वज्ञ सर्वतोमुख सुलभः सुमृतसिद्ध शत्रुजिच्छत्रुरावण निग्रहोदोम्बरश्वच्छानूरान्ध्रविषूदन सहस्राक्षी सप्तजिह्व सप्तैधा सप्तवाहन अमूर्तिरनभो हिन्द्यो हयगर्भयनाशन अनुर्गृहर्तृषस्थूलो गुणवृन्निर्गुणो महान् अधृतस्वधृतस्वास्य राघवंशो वंशवर्धनाभारवर्पदितो योगी योगीश सर्वकामदाश्रमश्रवणक्षामसुवर्णो वायुवाहन धनुर्धरो धनुर्वेदो धनुर्धमैदागम अपराजित सर्वसहो नियन्तानिहवोयम सत्त्ववान् सात्विकः सत्य सत्यधर्मपरायण अभिप्राय प्रियार्हुलः प्रियकृत्प्रीतिवर्धन विहाय सगजर्ज्योति सूर्यहुतभुग्विभो विर्विरोचन सूर्यसविताय विरोचन अनन्तो हुतभुग्भोक्ता सुभदो मैगयोग्रज अनिर्विण्णः सदा वर्षीरोगादिष्ठानमद्भुत सनातनगमः कविरः कविरव्यय स्वस्तिरः स्वस्तिरः स्वस्तिः स्वस्ति दक्षिण अरौद्रकुण्डली चक्री विक्रम्युज्जितशासन शब्दादिशब्दसः शिशिरशर्वरीवर अक्रूरपेशनो दक्षो दक्षिणक्षमिणंवर विद्वतमो विश्वभयं पुण्यश्रवणीकर कारणो दुष्कृतिहा बुद्ध्यो दुःस्वप्ननाशन वीरहारक्षणसन्तो जीवनपर्यवसित अनन्दरूपोऽनन्दश्रीयभयावः चतुरश्रोभिराज्ञाधिशोऽधिशोदिश राजकोठो लक्ष्मीसुधीरोर्गिरङ्गद जननो जनयन्माय भीमो भीमपराक्रम आधारनिलयो धारापुष्पहासप्रजागर ऊर्ध्वः सर्पथागार प्रणवपन नमानं प्राणनिलयं प्राणभृत्प्राणजीवन तत्त्वन्नत्वतिदेवात्मा यत्त्वमत्युजरादिव भूर्भुवः सुस्तरुस्तारस्वभिरामः यज्ञो यज्ञमतिर्यज्वा यज्ञाङ्गो यज्ञवाहन यज्ञभुग्यज्ञसाधन यज्ञाङ्गयज्ञमुख्यमन्यमन्यादयेव च आत्मयोनिस्वयज्ञादो वैधानः सामगायन देवगीवन्दनस्रष्टाक्षुधीशपापनाशन शङ्खवृन्दगीतप्रीषद्वधन्वागदाधर यथाङ्गपाणिरक्षोभ्य सर्वप्रहरणायुध श्रीसर्वप्रहरणायुध आत्मयोनिस्वयञ्जातो वैखानः सामगायन देवगीवन्दनस्रष्टाक्षुधीशपापनाशन शङ्खवृन्दगीतप्रीषद्वधन्वागदाधर यथाङ्गपाणिरक्षोभ्य सर्वप्रहरणायुध श्रीसर्वप्रहरणायुधात्मयोनिस्वयञ्जातो वैखानः सामगायन देवगीवन्दनस्रष्टाक्षुधीशपापनाशन शङ्खवृन्दगीतप्रीषद्वधन्वागदाधर यथाङ्गपाणिरक्षोभ्य सर्वप्रहरणायुध श्रीसर्वप्रहरणायुधाविषयसाक्ष्यं श्रीस्वरूपो महाविष्णुर्देवता वनमालीगदीशाङ्गीशङ्गीचक्रीरमङ्गली श्रीमान्नारायणो विष्णुर्वासुदेवोऽभिरक्षतु तमद्भुतं बालगमभुजेक्षणं शङ्खगदायुधायुधम् श्रीवत्सलक्ष्मणशोभितं दिगाम्बरं साग्रवयोदसौभगं हार्हवैरूर्यविहीनगुड्डरद्विषावनिष्वत्सहस्र
सहस्रकुण्डलम् उद्दामगञ्जकदलं गणादिभिर्विरोचमानं वसुदेव ऐक्षरा सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द संसारसागरे मग्नं दीनं मां करुणानिधे कर्मग्राहगृहीताङ्गं मामुद्धर भवार्णवाल् श्रीमद्भागवताख्योऽयं प्रत्यक्ष कृष्ण एव हि स्वीकृतोऽसि मया नाथ मुक्त्यर्थं भवसागरे मनोरथो मदीयोऽयं सफलः सर्वथा त्वया निर्विघ्नेनैव कर्तव्या दासोऽहं तव केशव शुभरूपा प्रबोधज्ञा सर्वशास्त्रविशारदा वेदकथा प्रकाशेन मदज्ञानं विनाशय देवदेव जगन्नाथ पुण्यश्रवणकीर्तना उत्तमोत्तम श्लोका नारायण नमोऽस्तु ते कोमलं पूजयन् वेणुं श्यामलोऽयं कुमारक वेदवेद्यं परं ब्रह्म भासतां पुरतो मम भवे यथा भक्ति पादयोस्तव जायते तथा कुरुष्व देवेश नाथस्त्वन्नो यतः प्रभो नामसङ्कीर्तनं यस्य सर्वपापप्रणाशनं नामो दुःखशमनः तन्नमामि हरिं परं श्रीहरे नमः श्रीहरे नमः जन्माद्यस्य यतोऽन्वयादितरतश्चार्थेष्वभिज्ञस्वराट् तेने ब्रह्महृदायादिरवये मुह्यन्ति सूरय तेजो वारिमृतं यथा विनिमयो यत्र त्रिसर्गो हृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि धर्मप्रोक्षितवैरवोऽत्र बलमो दुर्मत्सराणां सदां वेद्यं वास्तवमत्र वस्तुशिवदं लाभत्रयोन्मूलनम् श्रीमद्भागवते महामुनिकृते किं वा वरीश्वरः सत्यो हृद्यवरुध्यते प्रवृत्तिभिः शुश्रूषुभिस्तत्क्षणात् चिरमकल्पतरोर्गलितं फलं शुकमुखादमृतद्रवसंयुतं पिबतभागमालयं मुहुरहोरुषिता भुवि भावुकाः यं प्रव्रजन्तमनुवेदववेदनृत्यं विपायनो विरहसागराजुहाव पुत्रेति तन्मयदयावरमोहिनीतु तं सर्वभूतहृदयं मुनिमानदोऽस्मि
यस्वानुभावमखिलश्रुतिसारमेदम् अध्यात्मदीपमधिविशीर्षतां तपोन्धं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि मुनीनाम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् शिवं शिवबलं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणीतारं प्रणतोऽस्मि सदाशिवं कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तु ते गजाननं कुङ्कुमलक्षवर्णं महामहिं दिव्यमयूरवाहनं रुद्रस्य सूनुं सुरसैन्यनाथं तुहं सदा शरणमहं प्रपद्ये गजाननं भूतगणाधिसेवितं गभित्थजम्बूफलसारभक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजं भूतनाथ सदानन्दा सर्वभूतदयावर रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः वन्दे नन्दव्रजस्त्रीणां पादरेणुमभीक्ष्णशा यासां हरिकथोद्गीतं पुनादिभुवनत्रयम् पीताम्बरं करविराजितशङ्खचक्रगौमोदगीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्थः संवादालयेशमनिशं प्रतिभावयामि योगीन्द्राणां त्वदङ्गेष्वधिगसुमधुरं मुक्तिभाजं निवासो भक्तानां कामवर्षच्युतरुचिसदयन्नाथ हे पादमूलं नित्यं चित्तस्थितं मे भवनपुरपदे कृष्णां कारुण्यसिन्धो हृत्वा विश्वेशतापान् प्रतिशतु परमानन्दसंग्रोहलक्ष्मीम् श्रीगुरुवायूरप्पा शरणं श्रीगुरुवायूरप्पा शरणं श्रीगुरुवायूरप्पा शरणं हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे नमः पार्वती पतये हर हर महादेव जानकीकान्तस्मरणं जय जय राम राम गोपिकाजीवनस्मरणं गोविन्द गोविन्द हर हरो हर हर श्रीमहागणपते नमः स्वामी शरणमय्यप्पा श्रीमहादेव्यै नमः ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द श्रीकृष्णाय नमः सूरौवाचावितरतीर्थयात्रायां मैत्रेयावात्मनो गतिं ज्ञात्वा गाथास्तिन पुरन्दरा वाप्तविभिर्षिता
यावदकृतवान् प्रश्नान् क्षत्ता कौशालवाग्रदा जादैकभक्त्यर्थो विन्दे तेभ्यश्चोपररामः तं बन्धुमागतं दृष्ट्वा धर्मपुत्रसहानुज धृतराष्ट्रो युल्सुश्च सुरशालत्वदकृथा गान्धारी द्रौपदी ब्रह्मन् सुभद्रातोत्तराकृती अन्याश्यामय पाण्डो ज्ञानय स्वसुधा स्त्रिय प्रत्युद्यग्मुप्रहृषेण प्राणन्दद्वैवागदम् अभिसङ्गम्य परिष्वङ्गाभिवादनीय भूयो प्रेमबाष्पौहं विरहौ कण्ठ्यकादराः राजातमर्हयञ्चक्रे भावनपरिग्रहम् सम्मुखलवन्दं विश्रान्तमासीनं सुखमासने प्रश्रयावनतो राजा प्राहदेशं च शृण्वताम् युधिष्ठिरमुवाच अभिस्मार्तनो वक्षल् अभिस्मार्तनो युष्मल्पक्षछाया समेधितान् विभक्तनाद्विषाज्ञादेर्मोदिताय समावृताः कया वृत्त्या वर्धितं वश्चरभीक्षितिमण्डलम् तीर्थानि क्षेत्रमुख्यानि सेवितानि भूतले भवद्विधा भागवता तीर्थभूता स्वयं विभो तीर्थीकुर्वन्ति तीर्थानि स्वन्दस्तेन गदाहृदा अविना सुहृदस्तादबान्धवा कृष्णदेवताः दुष्टाश्रुता वा यदवा सुपुर्यां सुखमासदे इत्युक्तो धर्मराजेन सर्वं कल्पमवर्णयन् यथानुभूतं क्रमशो विधायितुकुलक्षयम् मध्वप्रियं दुर्विषं नृणां स्वयमुपस्थितं नावेदेन् सकरुणो दुःखितान् दृष्टुमक्षमा कन्यल्कालमधावाल्स्यं सकृतो देववल्सुखम् भ्रातुर्ज्येष्ठस्य सत्श्रेयस्कृल् सर्वेषां प्रीतिमावहन् अभिप्रदर्यमादन्तं यथावतखगायिषु यावद्दधारशूद्रत्वं शावाग्वर्षशतयमा युधिष्ठिरो लब्धराज्यो दृष्ट्वा पौत्रं पुरन्धरं भ्रातृभिर्लोकपालाभैर्मुकुले परया श्रिया एवं गृहेषु वक्रानं प्रमत्वानां परीहय अत्यक्रान्तभिज्ञातपारं परमदुष्कर विदुरस्मभिप्रेत्य धृतराष्ट्रमभाषद राजन्नर्गम्यतां शीघ्रं पश्येदं भयमादरं प्रतिक्रियामयस्येह पुरश्चिल्कर्हिजिल् प्रभो सेव भगवान् काल सर्वेषां न समागत येन दैवाभिमन्योऽयं प्राणैः प्रियतमैरभि जनः सद्यो विहुज्येता किमु धान्यैर्धनादिभिः पितृभ्रातृसुहृत्पुत्राः दास्ते विकतमुभय आत्माजरया ग्रस्ता परदेहमुपाससे अहो अहो महीयसी जन्तोर्विविदाशायया भवान् भीमापवर्जितं बिण्डमादत्ते गृहपालवल् अग्न्यनुसृष्टो दत्तश्च गयोदाराश्च दूषिताः कृतं क्षेत्रं धनं येषं दत्तैरसुभिः कियल् अस्यापि तव देहोऽयं कृपणसि जीविषोः परेत्यनिच्छलो जीर्णो जलया वाससीव गदस्वार्थं देहं विचक्रो मुखबन्धन अविज्ञातगतिर्जह्यात् स्ववैधीरौदाहृता यस्वकाल्परदो वेह जातनिर्वेदात्मवान् कृतिकृत्वा हरिद्रेहात् प्रव्रजेन् स्वनरोत्तमा अधोदीजीं दिशं यातु स्वे अज्ञातगतिर्भवन् इतो वाक्प्रायशत्कारा पुंसां पुनर्विहरिषणा एवं राजा विधुरेण अनुजेन प्रज्ञाचक्षुर्बोधिताय छित्त्वा स्वेषु स्नेहवाशा कृतिम्नो निश्चक्राम भ्रातृसन्दर्शितात्वा पतिं प्रयान्तं सुबलस्य पुत्री पतिव्रता जाञ्जगाम साध्वी हिमालयं न्यस्कण्डप्रहर्षं मनस्विनामिव सत्सम्प्रहार अजाशत्रुकृतमैत्रो हुदात्म्यर्विप्रान्नत्वा तिलको भूमिरुक्मैः विनम्रविष्णो गुरुवन्दनाय प्रजापश्यन्ति धरौ सौकरीं
सप्तभञ्जयमासीनं वप्रच्छोद्विग्नमानसा यावद्गणे पुरस्तादो वृद्धो हीनश्च मे प्रयोः अम्बाजहरमुत्रार्थाद्विव्याक्वगदस्तुहृ अभिमह्यह्रप्रज्ञे हरबन्धुस्वभार्यया आशं समानश्रमलं गङ्गायां दुःखितो भवन् विपर्युवरदे पाण्डौ सर्वान्नसुहृदशिशून् अरक्षरं व्यसनवा विगृह्यौ कुगदा विधासूरौ वाचा सखया स्नेहवैकल्यात् सोदो विरहगरिहिता आत्मीश्रमचक्षाणो न प्रत्याहादिवीडिता विवृत्याश्रूणिपाणिभ्यां विष्टभ्यात्मानमात्मना अज्जाशत्रुं मृत्युजे प्रभोवपादावनुस्मरन् सञ्जय उवाच नाहं वेदव्यमहितं विप्रोर्वकुलनन्दन गान्धार्या वा महाबाहो मुषितोऽस्मि महात्मभिः अथाय राम भगवान् नारदः सह गुरु प्रत्युत्थायाभिवाद्याः स्वानुजोऽभ्यर्चयन्ति वा युधिष्ठिर उवाच नाहं वेदगतिं विप्रोर्भगवन् कुलदाविना अम्बावाहमुत्रार्था क्वगदा च तपस्विनी कर्णधारैवामारे भगवान् पारदर्शका अभावभाषे भगवान् नारदो मुनिभक्तमा मा काञ्चनसुषो राजन् यदि श्रवसञ्जगल्लोकासभालायस्ये मे वहन्ति व्यनिमीषितु स्वयुनग्रिभूतानि सेवविहुनग्रिज यथा गावोऽसि क्रोधास्त्वभ्यां वृथा स्वदामभिः वाक्लन्द्यं नामभिर्बद्धा वहन्ति व्यनिमीषितो यथा तीरोपस्कराणां संयोगविगमाविह इच्छया क्रीडितुं स्यादं तथैवेशेच्छया नृणां यन्मन्यसे ध्रुवं लोकमध्रुवं वा न चोभयं सर्वधा न हितोऽस्त्यास्ते स्नेहादन्यत्र मोहजात् तस्माज्जह्यङ्गवैकल्यमज्ञानकृतमात्मना कथं त्वनाथाकृपणावर्तेरंस्ते च मां विना कालकर्मगुणाधीनो देहोऽयं वाञ्छभौतिक कथमन्यं सुगोपायैर्सर्पग्रस्तो यथा परम् अहस्तानि सहस्तानामभतान्यनुत्वदं फल्गुणक्रमहान् जीवो निवस्य जीवनं त्वदिदं भगवान् जायन्ते काल्पात्मनां सुदृष्ट अन्तरो भाति पश्यतं माययोरुधा भावना कालरूपोऽवतीर्णो स्यामभावाय सुरद्विषां निष्पाद्यं देवकृत्यमवशेषं प्रतीक्षते तावद्यूयमवेक्षध्वं भवेद्यावदिहेश्वर धृतराष्ट्र सह भ्रात्रा गान्धार्या च स्वभार्यया दक्षिणेन हिमवदा ऋषीणामाश्रमं गता स्रोतोभिः सप्तभिर्या वै सप्तुरी सप्तधाव्यथा सप्तानां प्रहृदये नाना सप्तस्रोतप्रजक्षदे स्नात्वानुभवनं तस्मिन् यथाविधि अभक्षवशात्मा शास्ते विकलैषण विवासनोजितश्वासो वृत्याधुदशनिन्द्रिया कैभावनया दोस्त्रयस्वत्वमोबल विज्ञानात्रे संयोज्य क्षेत्रज्ञे प्रवीणाप्यगं ब्रह्मण्यात्मानमाधारे घटाम्बरमिवाम्बरे स्वस्तमाया पुनोदर्पो निरुद्धकरणाशय निवर्तिताखिलाहारास्ते स्वानुरिभाजल तस्यान्तरायो मयिवा भूव संन्यस्ताखिलकर्मण स वा अद्यनद्राजन्मरला पञ्चमेहनि कलेवलं हास्यति स्वं तच्च भक्ति भविष्यति जिह्यमानेऽग्निगर्तेः पत्युपत्नी सहोदये यहि स्थिरा पतिं साध्वीतमग्निमनुवीक्ष्यति विद्रस्वदाश्चर्यं निशाम्य कुरुनन्दन हर्षशोकयुधस्तस्मात्
ഗംഗാതീർത്ഥനിഷേവക നിത്യുക്വാഹാരുഹൽ സ്വർഗം നാരദ സഹകുംബുരു യുധിഷ്ഠിരോ വനസ്വാരഹാക്ഷുജ ശ്രീമദ്ഭാഗവതേ മഹാപുരാണി പാരമഹംസ്യാം സംഹിതായ പ്രഥമസ്കന്ധേ നൈമിഷീയോവാഖ്യാനേ ത്രയോദശോऽധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭാഷന്റെ ഉപദേശമാണ് ഗാന്ധാരിയെയും രാഷ്ട്രീയും മോക്ഷം നേടുന്ന കഥയാണ് വായിച്ചു വെച്ചത്. ഇന്നലെ രാവിലെ വായിക്കാൻ വീണ്ടും തന്നെ വായിക്കാൻ അതുപോലെ കേട്ടത് പോരാനായിരിക്കാം. അതുകൊണ്ടൊന്നും അതിൻ്റെ അദ്ദേഹം തന്നെ വീണ്ടും തള്ളേണ്ടി വന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭക്തരുടെ സംശയം തൊട്ടു മഹാശൻ പല ദിക്കെന്നും പല പല ഉപദേശവും പല എത്രയാശ്രമത്തിൽ പോയിട്ട് പല പല ഉപദേശവും സ്വീകരിച്ച് ഇവിടെ വന്ന് ധർമ്മപുത്രാദികളെ വേണ്ട പോലെ അദ്ദേഹത്തെ പൂജിച്ച് നമസ്കരിച്ച് സംശയങ്ങളോ തീർക്കണു. ഇവിടെ ഏവം ഗൃഹേഷു സക്രാനം പ്രമത്താനം പ്രതീഹയ മധ്യക്രാമത വിജ്ഞാത കാല പരമദുസ്തരം. ഇവിടെ രാഷ്ട്രമഹാരാജാവിന് വേണ്ട ഉപദേശം കൊടുക്കുന്നു. കാരണം വിതരനാണെങ്കിൽ അനുഭവിച്ചിട്ടുള്ള ഉപദേശങ്ങൾ മുഴുവൻ ഇവിടെ ഈ അധ്യായത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. നന്മപ്രിയം ദുർവിഷഹം നൃണാം സ്വയം ഉപസ്ഥിതം നാവേദയരുണോ ദുഃഖിതാൻ യഷ്ടുമക്ഷമ. സജ്ജനങ്ങളുടെ അവസ്ഥയാണ് വാസ്തവം. മറ്റുള്ളവർക്ക് ദുഃഖം വന്നാൽ അവർക്ക് വിഷമായിത്തീരും. അങ്ങനെ സജ്ജനമായ വിതുരൻ, അതും സജ്ജനമായ ധർമ്മപുത്രരും വിതുരനും ഒരുപാട് ആൾക്കാരാണ്. അതുപോലെ വേണ്ട പോലെ സുഖമായിട്ട് ധർമ്മപുത്രര് അവിടെയാണ് പൂജിച്ചു. സുഖമായി കുറച്ചു കാലം അവിടെ ജീവിച്ചു. കുറച്ചു കാലം അവിടെ താമസിച്ചു. ധർമ്മപുത്രരുടെ കൊട്ടാരത്തിൽ സുഖമായിട്ട് ആ കഞ്ചിൽ കാലമധാവാസി സകൃതോ ദേവവത്സുഖം ഭ്രാതുർജ്യേഷ്ഠസ്യ ശ്രേയസ്കൃൽ സർവേഷാം പ്രീതിമാ. കുറച്ചു കാലം അവിടെ സുഖമായിട്ട് താമസിച്ചിട്ട് തന്റെ ഉദ്ദേശം ജ്യേഷ്ഠന് മോക്ഷം കൊടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഭ്രാതുർജ്യേഷ്ഠസ്യ ശ്രേയസ്കൃൽ സർവേഷാം പ്രീതിമാവ് എല്ലാവർക്കും പറ്റിയ സന്തോഷത്തെ പ്രീതിയെ കൊടുക്കുന്ന ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് ധർമ്മപുത്ര ദേവനായി കണ്ടു പോയിട്ടെങ്കിലും കുറച്ച് ദിവസം അവിടെ കൂടിയിട്ട് മൂത്ത ജ്യേഷ്ഠനായ രാഷ്ട്രമഹാരാജാവിനെ ചെന്ന് കണ്ടു. കുറച്ച് ദിവസം അവിടെയും കൂടി കണ്ടിട്ടാണ് എന്നാ ഉപദേശിക്കാൻ ഇദ്ദേഹത്തിന് അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ജ്യേഷ്ഠനെ ഉപദേശിക്കാൻ അനുജന് വാസ്തവാധികാരമില്ല. വിതുരൻ അനുജനാണ്. എങ്കിലും വിതുരൻ ആരാന്ന് ചോദിച്ചാല് അഭിപ്രദര്യമാദണ്ഡം യഥാവതകാരിഷു യാവദ്ദാരശൂദ്രത്വം ശാപാത് വർഷശതയ്യമ. ശാപം കൊണ്ട് യമധർമ്മരാജാവാണ് ശാപം നിമിത്തം, ബ്രാഹ്മണ ശാപം നിമിത്തം ഇവിടെ വിതുരനായിട്ട് വന്ന്. കാരണം അകാരണമായിട്ട് ഒരു ബ്രാഹ്മണനെ ശിക്ഷിക്കേണ്ട അവസ്ഥ വന്നു. ആ ബ്രാഹ്മണൻ ശപിച്ചു, യമധർമ്മരാജാവിനെ ശപിച്ചു. ആ 100 കൊല്ലം ഭൂമിയില് മനുഷ്യനായി ജീവിക്കട്ടെ എന്ന് ശാപാണ്. ആ യമധർമ്മരാജാവാണ് ഇവിടെ വിതുരനായിട്ട് വന്നതെന്നാണ്. അതുകൊണ്ട് എന്നാൽ ആ സമയം യമപുരിയിൽ ആരാണ് അവിടെ ശിക്ഷ നടപ്പാക്കിയിരുന്നതെന്ന് ചോദിച്ചാൽ ഭാഗവതം പറഞ്ഞു അഭിപ്രദര്യമാദണ്ഡം യഥാവതകാരിഷു. ഇതൊന്നറിയാത്തപ്പം ശിക്ഷ നടപ്പാക്കുന്നത് അര്യമാവായിരുന്നു. പിതൃക്കളുടെ നാഥനായ അഭിപ്രദര്യമാദണ്ഡം യഥാവത് അഖകാരിഷു. പാപികളെ ശിക്ഷിക്കേണ്ട ചുമതല ഈ 100 കൊല്ലക്കാലം അര്യമാവിനായിരുന്നു. വിതുരൻ പോന്നപ്പം യാവദ്ധാരശൂദ്രത്വം ശാപാത് വർഷശതം 100 കൊല്ലമാണ് മനുഷ്യന് കോട്ടയം. വാസ്തവം യമധർമ്മരാജാവാണ്
ധർമ്മത്തെ പറ്റി ശരിക്ക് അറിയാവുന്ന ആൾക്കാരിൽ പെട്ടയാണ് ഭാഗവത ധർമ്മം. കുറച്ചാൾക്കാർക്കേ അറിയുള്ളൂ എന്ന് ഭാഗവതം പറയുന്നത്. 12 പേർക്കേ അറിയുള്ളൂ എന്നാണ്. അതില് 12ാമനായിട്ട് വിതുരൻ അജാമിള മോക്ഷത്തിൽ പറയുന്നുണ്ട്. ഞാനും അത് പെട്ട ആളാണ്. അങ്ങനെ അറിയാവുന്ന വിതുരനാണ് ഇവിടെ വന്ന് ഉപദേശം കൊടുക്കുന്നു. അതും യുധിഷ്ഠിരോ ദഗ്ധരാജ്യോ ദൃഷ്ട്വാ പൗത്രം കുലം ധരം ഭ്രാതൃഭ്യലോകപാലാഭൈ പരയാ മുതാ പരമയാശ ധർമ്മപുത്രാണെങ്കിൽ രാജ്യഭാരം കിട്ടി വേണ്ട പോലെ. അതും എങ്ങനെയെന്ന് ചോദിച്ചാല് ഇന്ദ്രൻ സ്വർഗത്തെ ഭരിക്കുന്ന കൂട്ടത്തിൽ ഭംഗിയായിട്ട് ധർമ്മപുത്ര മഹാരാജാവ് സഹോദരന്മാരോട് കൂടി രാജ്യം ഭരിച്ചു. മാത്രമല്ല ഇപ്പൊ സന്തോഷവും വന്നു പെട്ടുന്ന കാരണം നശിക്കേണ്ടതായ അഭിമന്യുവിന്റെ ഉണ്ണി അവിടെ വലുതായി വരുന്നത്. ആ സന്തോഷമുള്ളവർ ഇനി ഭരിക്കാൻ ആളുണ്ട് എന്ന ഭാവത്തില് സന്തോഷത്തോടുകൂടി അദ്ദേഹം രാജ്യം ഭരിക്കുന്നു. ഇവിടെ ഏവം ഗൃഹേഷു സക്രാനം പ്രമത്താനം തദീഹയ അത്യക്രാമത വിജ്ഞാത കാല പരമദുസ്തര. ഇങ്ങനെ ഇതിലിങ്ങനെ ആസക്തനായിട്ട് എന്നും കഴിഞ്ഞ് ഗൃഹത്തില് ഭക്തിയാവാം. ആസക്തിയായിട്ട് ഏവം ഗൃഹേഷു സക്രാനം പ്രമത്താനം തദീഹയ അത്യക്രാമത വിജ്ഞാത കാലപരമ. എന്നും ഇവിടെ എങ്ങനെ സുഖമായി ജീവിക്കാന്ന് വിചാരിച്ചാൽ കാലം വളരെ വേഗമാണ്. കാലം വളരെ വേഗം കൊണ്ടുപോയിരിക്കുന്നതാണ്. അത്യക്രാമത അവിജ്ഞാത കാല പരമദുസ്തര. ഈ കാലത്തിന്റെ വേഗത വളരെ വേഗമാണ്. എന്നും ഇവിടെ ഇങ്ങനെ കൂടാ സുഖമായിട്ട് ഇവിടെ ഇങ്ങനെ കൂടാന്ന് വിചാരിച്ചാൽ എന്നും പറ്റിക്കോളുന്നുണ്ടോ? കുറച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പോകണ്ടേ? ഇനി എത്രയൊക്കെ കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങി അങ്ങോട്ട് പോകണം. നമ്മളാരും നിന്നിട്ട് കാര്യം വാതില് അടിച്ചു കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. കുറച്ച് കഴിഞ്ഞാൽ ജനിച്ച ആൾക്ക് ആകെ ഉറപ്പുള്ള വസ്തു മരണം. ഏത് ദിവസം ഉണ്ടാവും ഉറപ്പാണ്. അപ്പൊ അത് മുൻകൂട്ടിയിട്ട് മനസ്സിലാക്കണം. ഇങ്ങനൊരു അവസ്ഥ എനിക്ക് വരാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ വല്ലാതെ ആസക്തി കൊടുക്കാതെ കണ്ട് ഈശ്വരനെ സേവിക്കാൻ സാധിക്കുന്ന ഉപദേശം കൊടുക്കാൻ വിദുരസ്ത അഭിപ്രേത്യ ധൃതരാഷ്ട്രമ ഭാഷത രാജൻ നിർഗമ്യതാം ശീഘ്രം പശ്യേതം ഭയമാകണം. വലിയ ജ്യേഷ്ഠനെ കണ്ട് ജ്യേഷ്ഠനെ നമസ്കരിച്ച് പറഞ്ഞു, ഹേ മഹാരാജാവേ വിട്ടു. രാജൻ നിർഗമ്യതാം ശീഘ്രം, വേഗം ഇറങ്ങിക്കോളൂ. രാജൻ നിർഗമ്യതാം ശീഘ്രം, വേഗം പുറത്തേക്ക് ഇറങ്ങിക്കോളൂ. ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പശ്യേതം ഭയമാഗതം. ഭയം വരുന്നുണ്ട്, മൃത്യു കാലം വരുന്നുണ്ട്, കാലം വരുന്നുണ്ട്. അതുകൊണ്ട് വേഗം ഇറങ്ങിയിട്ട് അവനവന്റെ ശ്രേയസ്സിന് വേണ്ട കർമ്മം ചെയ്യാൻ വേഗം ഇറങ്ങിക്കോളൂ. ഈ കാലത്തെ തടയാൻ ഒരാൾക്കും സാധ്യമല്ല. എത്രയൊക്കെ ധനമുണ്ടെങ്കിലും എത്രയൊക്കെ ബന്ധുക്കളുണ്ടെങ്കിലും എത്രയൊക്കെ വലിയ കൊട്ടാരുണ്ടെങ്കിലും കാലത്തെ തടയാൻ മരണത്തെ തടയാൻ ഒരാൾക്കും സാധ്യമല്ല. പ്രതിക്രിയ, അതിനും വേറെ മരുന്നില്ല. പ്രതിക്രിയ കുതശ്ചിൽ കരിഹിജിൽ പ്രഭോ സേവ ഭഗവാൻ കാല സർവേഷാം സമാഗത. ഏതൊരാൾക്കും ദേവന്മാർക്ക് പോലും കാലത്തിന്റെ അവസ്ഥ ഉണ്ട്. ബ്രഹ്മദേവന് പോലും ഒരു പരാർത്ഥം കഴിഞ്ഞ് 2 പരാർത്ഥം കഴിഞ്ഞാൽ ബ്രഹ്മദേവനും നാശമുണ്ട്. അപ്പൊ ഏതൊരാളും കാലത്തെ ഭയപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ഇവിടെ ആസക്തി കൊടുക്കാതെ കണ്ട് ഈശ്വരനെ സേവിക്കാൻ ഇറങ്ങി പോവുക മഹാരാജാവേ എന്ന് സ്വന്തം സഹോദരനായ വിതുരൻ വലിയ ജ്യേഷ്ഠനെ ഉപദേശിക്കുന്നു. വേഗങ്ങൾ ഇറങ്ങുന്നതാണ്. കാരണം എല്ലാവരും കാലത്തെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നൊക്കെ രക്ഷപ്പെടാം, എങ്കിലും മരണത്തിന് രക്ഷപ്പെടാൻ പറ്റാത്തതാണ്. ജനിച്ച ആൾക്ക് ആകെ ഉറപ്പുള്ള വസ്തു അത്. അതുകൊണ്ട് വേഗം അറിഞ്ഞിരിക്കണോ. ഏന ജൈവ അമിവന്നോയം പ്രാണയ്യ പ്രിയതമൈരവി ജനസദ്യോ വിയുജ്യേത കിമുധന്യയ്യ ധനാദിപി. പുറത്തേക്ക് പോകണല്ലോ, വിഷമിക്കൊന്നും വേണ്ട. കാരണം ഇതന്നെ അദ്ദേഹം തന്നെ പറയണു, കാലമാണ് വരാൻ പോണത്. കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ സമയമില്ല. വിളിച്ചാൽ അപ്പം ഇറങ്ങിപ്പോണം.
ദോശ പാർന്നുണ്ട് വാങ്ങി വെച്ച് വരാനൊന്നും പറ്റില്ല. പറഞ്ഞാൽ അപ്പോഴാണ് ഇറങ്ങിപ്പോണം, വേഗം ഇറങ്ങിപ്പോണം. അതുകൊണ്ട് വേഗം ഇറങ്ങിക്കോളുന്നതാണ്. ഇദ്ദേഹത്തിന് പൂർണ്ണ വൈരാഗ്യം വരാൻ വേണ്ടിയിട്ട് പിതൃ ഭ്രാതൃ സുഹൃപുത്രാസ്തേ വികതം വയം ആത്മാജനയാഗ്രസ്ത പരഗേഹമുപാസതേ. വൈരാഗ്യം വരാൻ വേണ്ടിയിട്ട് ഇത്രയും പറയുന്നതാണ്. അങ്ങയുടെ കാരണവന്മാരൊക്കെ പോയിട്ടില്ലേ? കാരണവന്മാരെല്ലാവരും ശരീരം ഉപേക്ഷിച്ച് പോയിട്ടില്ലേ? പിതാമഹന്മാരായ ആൾക്കാർ മുഴുവൻ പോയി, ഭ്രാതാക്കന്മാര് പോയി കഴിഞ്ഞു, സുഹൃത്തുക്കള് പോയി കഴിഞ്ഞു, പുത്രന്മാരും പോയി കഴിഞ്ഞു. എത്ര ആൾക്കാര്, ഭീഷ്മദ്രോണാദികളായ ആൾക്കാർ പോയി കഴിഞ്ഞു. സഹോദരനായ പാണ്ഡുവും പോയി കഴിഞ്ഞു. മഹാഭാരത യുദ്ധത്തിൽ അസംഖ്യം പേര് ശരീരത്തെ ഉപേക്ഷിച്ചു. മാത്രവുമല്ല ഭീമസേനൻ തന്റെ പുത്രന്മാരെ മുഴുവൻ വധിച്ചു, ദുര്യോധനാദികളെ മുഴുവൻ വധിച്ചു. അപ്പോൾ ഒരു ദിവസം മരണം രാഷ്ട്രമഹാരാജാവിനും ഉണ്ടാവും. മാത്രമല്ല ഇവിടെ ഇങ്ങനെ ജനയും ബാധിച്ചു. ആത്മാജനയാഗ്രസ്ത പരഗേഹമുപാസത. പിന്നെ മറ്റുള്ളവരെ ആശ്രയിച്ച് ഇവിടെ ജീവിക്കല്ലേ വാസ്തവം. ആരാണ് ശുശ്രൂഷിക്കുന്നത്? ദശമഹാരാജാവിനെ നോക്കുന്നത്? ഒന്നാം പുത്രന്മാര് മുഴുവൻ മരിച്ചു, ബന്ധുക്കള് മുഴുവൻ മരിച്ചു, സഹോദരനായ പാണ്ഡുവും പോയി, പിതൃക്കളായ കാമഹന്മാരായ ഭീഷ്മ ദ്രോണാദികൾ മുഴുവൻ പോയി. പിന്നെ കാമഹം ഇപ്പൊ എവിടെയാണ്? പാണ്ഡവന്മാരുടെ കൊട്ടാരത്തിലാണ്. ഈ പാണ്ഡവന്മാരാണെങ്കിലോ അഹോ മഹീയസീ ജന്തോ ജീവിതാശായയാഭവൻ. ഇങ്ങനെ ജീവിക്കാനുള്ള മോഹം കഷ്ടം തന്നെയാണ്. ജീവിക്കാനുള്ള മോഹം. കാരണം ഭീമാപവർത്തിതം പിണ്ഡം ആദത്തെ ഗൃഹപാലവൻ. ഗൃഹപാലനെ പോലെ, ഒരു ശ്വാവിനെ പോലെ ഭീമൻ തരുന്ന പിണ്ഡവും കഴിച്ചിരിക്കാൻ സുഖാണോ ജ്യേഷ്ഠനാണ്. ഭീമനാണ് ഭക്ഷണം കൊടുക്കുക, ഭീമനാണ് കുളിപ്പിക്കുക. ഈ ഭീമൻ ഭക്ഷണം കൊടുക്കുമ്പം അതും കുഴച്ച് ഉരുട്ടി വായിൽ വെച്ചു കൊടുക്കും. അങ്ങനെ വായിൽ വെച്ച് കൊടുക്കുമ്പം ഭീമൻ കൊടുക്കുമ്പം വലിയ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ഭീമൻ വായിൽ വെച്ച് കൊടുക്കുമ്പം ഭീമ അപവർത്തിതം പിണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഭീമസേനൻ പറയും, ഇതാ വലിയ കഴിച്ചോളൂട്ടോ, ഇത് ദുര്യോധന്റെ പിണ്ടാണ് എന്ന് പറഞ്ഞാണ് വായിക്ക് സുഖാവുക കഴിക്കാൻ. ഇല്ലെങ്കിൽ ദുശാസന്റെ പിണ്ടാണ്. തന്നെ കണ്ടമാനം ദ്രോഹിച്ച ആളാണ് ഈ മഹാരാജാവെന്ന ഭാവത്തിൽ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ഭീമനെന്ന് ആലിംഗനം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു എന്നാണ്. സഹോദരന്റെ പുത്രനല്ലേ, ഒന്ന് ആലിംഗനം ചെയ്യാൻ വേണ്ടിയിട്ട് രാഷ്ട്ര മഹാരാജാവ് പുറപ്പെട്ടപ്പോ ഭീമൻ ചെന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ഭീമേട്ട ആ മാറി നിൽക്കൂ, ഇതിനെ ആലിംഗനം ചെയ്യുന്നൊക്കെ ഒരു പ്രതിമയെ ഞാൻ കൊടുത്തു വെച്ചു. ഈ പ്രതിമ ഭീമനാണെന്ന ഭാവത്തിൽ ആലിംഗനം ചെയ്ത് ആ പ്രതിമ പൊടിയായി. ഞാൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ ഭീമനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാ പുറപ്പെട്ടത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രക്ഷ കിട്ടിയത്. അങ്ങനെ കണ്ടമാനം ദ്രോഹിച്ചിട്ടുള്ള ഭീമനാണ്, ദ്രോഹം ഏറ്റുള്ള ഭീമനാണ് ഇപ്പൊ ഭക്ഷണം തരുന്നത്. ഇത് കഴിക്കാൻ സുഖാണ് വാസ്തവം. ഭീമാപവർത്തിതം പിണ്ഡം ആദത്തെ ഗൃഹശ്വാസനെ പോലെ ഭീമൻ തരുന്ന ഈ പിണ്ടവും കഴിക്കാൻ സുഖാണോ ഏട്ടാൻ? കഷ്ടം പറയാനുള്ള കാരണം ഇവിടെ അഗ്നിയം വിശിഷ്ടോ ദത്തശ്ച ഗരോ ധാരാശ്ച ദൂഷിതാഹൃതം ക്ഷേത്രം ധനം യേഷം തദ്ദത്തൈരസുഭിക്കിയൽ. ഇങ്ങനെ കണ്ടമാനം പാണ്ഡവന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അരക്കില്ലുണ്ടാക്കി അഗ്നിലായി തീ കൊടുത്തു. അങ്ങനെ തീ കൊടുത്ത് നശിപ്പിക്കാൻ പുറപ്പെട്ടുള്ള രാഷ്ട്രമഹാരാജാവിനിപ്പം ആ ദ്രോഹം ഏറ്റുള്ള ഭീമനാണ് ഭക്ഷണം കൊടുക്കുന്നത്. മാത്രമല്ല ശത്രുക്കളുടെ മുമ്പിൽ താമസിച്ച് അവരെന്ന ഭക്ഷണം കഴിച്ച് അവരെ കണ്ടമാനം ദ്രോഹിച്ചു. ആത്മീയം വിശിഷ്ടോ ദത്തശ്ച ജരോ ധാരാശ്ച ദൂഷിതാന. ഭീമസേന് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു. പാഞ്ചാലിയെ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്തൊക്കെ ദുഷ്പ്രവൃത്തികളാണ് ജ്യേഷ്ഠന്റെ പുത്രന്മാരും ചെയ്തത്.
ഇപ്പൊ അവസാനം എന്ത് വേണ്ടി വന്നു? ആ ജ്യേഷ്ഠന്റെ പുത്രന്മാരിൽ തന്നെ പുത്രന്റെ അവസ്ഥ. ഇങ്ങനെ ജ്യേഷ്ഠന്റെ ആ സഹോദരന്റെ പുത്രൻ തന്നെ ഭക്ഷണം കഴിച്ചിരിക്കാൻ സുഖമാണ് ജ്യേഷ്ഠ. ഇത് കഴിക്കണ്ട, വേഗം ഇറങ്ങിക്കോളൂന്നാണ്. തസ്യാപി തവ ദേഹോയം കൃപണസി ജീവിഷോ പരേത്യനിക്ഷതോ ജീർണോ ജരയാ വാസസി ഇവ. ഇങ്ങനെ വയ്യാണ്ടായി കഴിഞ്ഞു, ഒന്നും വയ്യാത്ത അവസ്ഥ, ജരാതര ബാധിച്ചു കഴിഞ്ഞു, ഒന്നും വയ്യാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് പരേത്യനിക്ഷതോ ജീർണോ ജരയാ വാസസീവ. ഈ ജരാതര ബാധിച്ചാല് വസ്ത്രമൊക്കെ മുഷിഞ്ഞു കഴിഞ്ഞാല് വസ്ത്രം മാറ്റണ കൂട്ടത്തില് ഈ ശരീരത്തെ അങ്ങ് ഉപേക്ഷിക്കണം ജ്യേഷ്ഠ. ശരീരത്തെ ഉപേക്ഷിച്ച മുക്തനാമൂന്നാണ്. കാരണം ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധന അവിജ്ഞാതഗതിയാൽ സ വൈ ധീര ഉദാഹൃത. ആരാണ് ധീരൻ ചോദിച്ചാൽ സ വൈ ധീര ഉദാഹൃത, ധീരനാവണം. ധീരൻ ആരാന്ന് ചോദിച്ചാല് ഇവിടെ ശരീരത്തിന് വയ്യാണ്ടായി കഴിഞ്ഞു, പുത്രന്മാരൊക്കെ പോയി കഴിഞ്ഞു, ഇനി ഇവിടെ ജീവിക്കാൻ വയ്യ എന്ന ഘട്ടത്തില് എന്റേത് മുഴുവൻ പോയി കഴിഞ്ഞു, എന്റേതൊന്നും ഇനി ബാക്കിയില്ല, ഇനി ഞാനാവുന്ന ഈ ശരീരമാണെങ്കിൽ ഒന്നും വയ്യാണ്ടായി കഴിഞ്ഞു. എന്നാൽ ഇതെല്ലാം അങ്ങനെ വിട്ടിട്ട് എല്ലാം വിട്ടിട്ട് ഈശ്വരനെ സേവിക്കാൻ വേണ്ടിയിട്ട് ദേഹത്തെ ഉപേക്ഷിക്കാൻ സാധിച്ചാൽ സ്വൈ ധീര, അവനാധീര. മറ്റോരെ കുറ്റം പറയാതെ കണ്ട് ഇനിയുള്ള കാലം ഈശ്വരനെ സേവിച്ചോളുന്ന, അങ്ങനെ സേവിച്ച ശരീരം വീണ് പോവാൻ സാധിച്ചാൽ പിന്നെ അവിടെ നിൽക്കല്ല വേണ്ടത്. അവരാണ് ധീരന്മാരും. യസ്വകാൽ പരതോദ്വേഹ ജാത നിർവേദാത്മവാൻ ഹൃദി കൃത്വാ ഹരിംഗേഹ പ്രവ്രജേൽ സ നരോത്തമ. നരന്മാരിൽ ഉത്തമന്മാര് ആരാന്ന് ചോദിച്ചാൽ നമ്മളൊന്നും കൂടെ കേട്ടില്ല, നമ്മൊന്നും പറ്റിയ മാർഗമല്ല. കാരണം ഇതിന്റെ ഉപദേശം നമുക്ക് പറ്റിയ മാർഗമല്ല. നരന്മാരിൽ ഉത്തമന്മാരാരാന്ന് ചോദിച്ചാൽ യസ്വകാൽ പരതോവേഹ ജാത നിർവേദ ആത്മവാൻ ഹൃദി കൃത്വാ ഹരിംഗേഹ പ്രവ്രജേൽ സ നരോത്തമ. ശ്രീഹരിയെ ഉള്ളിലാക്കിയിട്ട് ഇനി ഇവിടെ ഒന്നും എന്റേതായിട്ടില്ല എന്ന ഭാവത്തില് ശ്രീഹരിയെ ഹൃദയത്തിൽ ഉറപ്പിക്കാം. ശ്രീകൃഷ്ണ ഭഗവാൻ ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങികൾ പോവുക എന്നുള്ള ഭാവത്തിൽ ആരോടും പറയാതെ കണ്ട് പിന്നെ ഞങ്ങൾ മറക്കില്ല. ഞങ്ങളുടെ ആ പണ്ടോ കൊട്ടിയൂർക്ക് പോയെന്ന് കേട്ടില്ലേ? കൊട്ടിയൂർക്ക് പോകുമ്പം കൊട്ടിയൂർക്ക് പോവാന്ന് പറയില്ല, കൊട്ടിയൂർക്ക് പോവാന്ന് പറയില്ല. ഇങ്ങനെ ഇടയ്ക്ക് കേൾക്കാം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ എന്ന് കേട്ടാ ഉറപ്പിക്കാം. കേട്ടാ ഉറപ്പിക്കാം ഭർത്താവിന് പോവുകയാണ് ഉറപ്പിക്കാം. അപ്പൊ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല, പോവാന്ന് പറയേണ്ട ആവശ്യമില്ല. ഭർത്താവ് പോകുമ്പോ ആരും പറയാറില്ല. പിന്നെ ആയുസം തന്നെ തിരിച്ചു വരും. ഇതുപോലെ ഗൃഹത്തൊന്നും അങ്ങോട്ട് വിടുക, ഇനി തിരിച്ചു വരവില്ല എന്ന ഭാവത്തില് ഉറപ്പുമാണ് മനസ്സിലെ ശ്രീകൃഷ്ണ ഭഗവാനെ ഓർപ്പിച്ചുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ ഇനി മടക്കില്ല എന്ന ഭാവത്തില് എവിടെയെങ്കിലും നമ്മൾ പോയിട്ട് ഈശ്വരനെ സേവിച്ച് ശരീരം ഉപേക്ഷിക്കാൻ സാധിച്ചാൽ പേടിക്കാനില്ല. ഇവിടെ വന്നത് മേളണ്ടി അദ്ദേഹം ഇവിടുന്നാണ് പോയിന്നാണ്. എങ്ങടാ പോയത്? വടക്കോട്ട് പോയി, ജയാസാർത്ഥ കൂട്ടി, ബദരി പോയി, വൃന്ദാവനത്ത് പോയി. വൃന്ദാവനത്ത് പോയപ്പോൾ അവിടുത്തെ ഇപ്പൊ ഇയാളൊക്കെ അയാൾ പറഞ്ഞു ഇന്നേ കുറച്ച് ദിവസം ഇവിടെ കൂടെ ഭാഗവതം വായിച്ചാണ്. ഞാൻ കൂടെ വന്ന ആളല്ല, അദ്ദേഹം അവിടുന്നാണ് ഇറങ്ങിപ്പോയി. എന്നോട് വേണുമൂന്ന് പറയണ്ടായി. ഇദ്ദേഹം പോയപ്പോഴേ ഇദ്ദേഹം ബസ്സിൽ കയറിയിരുന്നു. ബസ്സിൽ കയറി ഇരുന്നപ്പം ആള് വന്നു ഇതല്ല ബസ് കിട്ടും, അതാണ് ബസ്. ഇയാൾ എങ്ങടാ പോകുന്നത്? ശരിയാ, ഭാഷ അടിക്കുക, ഏതാ ബസ്? ആ ബസ് കയറി. പിന്നെ അത് കണ്ടിട്ട് വിളിക്കണം. പിന്നെ എങ്ങോട്ട് ഇപ്പോഴും ഇഷ്ടമില്ല. എവിടെയാണ്? പണ്ടൊക്കെ ചില ആൾക്കാർ അവിടെ മണി കണ്ടിരുന്നു, ഇപ്പൊ ആരും ഇഷ്ടമില്ല. വേലയിടം എവിടെയാണെന്ന് അദ്ദേഹത്തെ ഓർമ്മയുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ
സഹിക്കാനില്ല എന്ന ഭാവത്ത് അദ്ദേഹം ഭഗവത് പദത്തിൽ ഒക്കെ വിട്ടുകൊണ്ട് പോയതാണ്. പിന്നെ ഒന്നും മടക്കല്ല, ഒന്നുമില്ല, എല്ലാം ഉപേക്ഷിച്ച് പോയ ആളാ. ഇതുപോലെ ഭാഗവതം വായിച്ചിട്ട് അയച്ചാൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഭാഗവതം ഇതിന്റെ ഉപദേശമാണ്. ഏട്ടാ എല്ലാം വിട്ടോ അങ്ങനെ ഒരു ആൾക്കാരാണ് ഉത്തമനായ മനുഷ്യൻ ആരാന്ന് ചോദിച്ചാലും ഇവിടെ എന്റേതായിട്ട് യാതൊന്നുമില്ല, ഞാനുമില്ല, എന്റേതുമില്ല, ഞാനുമില്ല, ഒക്കെ പോയി കഴിഞ്ഞു, വേഗം ഇറങ്ങിക്കോളുന്ന അധോദീജിയും ദിശമിയാതു സ്വൈരജ്ഞാതഗതിർഭവാൻ ഇതോർവാപ്രായശ കാല പുംസാം ഗുണവികരണ. കാലം ഒരാളെയും കാത്തു നിൽക്കില്ല, കാലം ഒരാളെയും കാത്തു നിൽക്കാതെ അതുകൊണ്ട് ഇവിടെ വിട്ട് വേഗം വടക്കോട്ടങ്ങൾ പോവാറുണ്ട്. അധോദീജിയും ദിശയാതു വടക്ക് ദിക്കാൻ പോകണം. ഈ കാവിലും തന്നെ പറയുന്നത് കാവില വാസുദേവൻ വടക്കോട്ട് പോയി, തെക്കോട്ട് പോയിട്ടാ പിതൃലോകം. വടക്കോട്ട് പോകുമ്പം പിതൃലോകമല്ല, ഈശ്വരൻ വിധിയിലേക്കാണ് ഓരോന്ന ഭാവത്തെ എല്ലാം വിട്ട് ഈ ധൈര്യത്തോട് കൂടി അങ്ങോട്ട് ഇറങ്ങാൻ സാധിക്കണം. വേഗം ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞപ്പം പിന്നെ സംശയം ഉണ്ടായില്ല. യഥാർത്ഥ ജ്ഞാനത്തെ സഹോദര മുഖത്തൊന്നും ശരിക്കും കേൾക്കാൻ സാധിക്കും. സഹോദരൻ വാസ്തവം സഹോദരനായിട്ട് വന്നു എന്നുള്ള വാസ്തവം. യമധർമ്മരാജാവാണ്. മാണ്ഡവ്യ മഹർഷിയുടെ ശാപം നിമിത്തമാണ് ഇവിടെ 100 കൊല്ലം മനുഷ്യരായി ജീവിക്കുന്ന ശാപം. അതുകൊണ്ടാണ് ആ ജ്ഞാനം മുഴുവനുണ്ട്. ആ ജ്ഞാനം മുഴുവൻ ജ്യേഷ്ഠനാണ് ഉപദേശിച്ചു കൊടുത്തതും അദ്ദേഹത്തിന് ബോധ്യമായി. അതും ഏവം രാജാ വിതുരേണ അനുജേന പ്രജ്ഞാചക്ഷുർ ബോധിത ആജമീഹ ചിത്വാസ്വേഷു സ്നേഹഭാഷാന്തഠിമ്നോ നിശ്ചക്രാഹ ഭ്രാതൃസന്തരിഷിതാർത്ഥ. ഇങ്ങനെ സഹോദരൻ പറഞ്ഞു കൊടുത്ത മാർഗത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതാര് വലിയ ജ്യേഷ്ഠനായ അന്ധനായ മഹാരാജാവാണ്. അങ്ങനെ ഇറങ്ങിയത് അനുജന്റെ വാക്ക് കേട്ട് ബോധ്യം വന്ന് എല്ലാം ഉപേക്ഷിച്ച് ഈ സ്നേഹത്തെ മുഴുവൻ ചിത്വാസ്വേഷു സ്നേഹഭാഷ, ഈ സ്നേഹഭാഷമാവുന്ന കയറിനെ അങ്ങോട്ട് മുറിച്ചു. മുറിച്ചിട്ട് സഹോദരനോട് കൂടി അങ്ങോട്ട് പുറപ്പെട്ടു. സഹോദരനോട് കൂടി സഹോദരൻ എന്താണോ പറഞ്ഞത് സഹോദരന്റെ കയ്യും വിട്ടാണ് പുറപ്പെട്ടു. പുറപ്പെട്ടപ്പം ഇതേവരെ ഒപ്പം നിന്നിരുന്ന ഗാന്ധാരിയും പിന്നാലെ അങ്ങോട്ട് പതിമ്രയാന്തം സുഭരസ്യ പുത്രീ പതിവ്രതാനുജാമസാധി ഹിമാലയം നിസ്സണ്ഡം പ്രഹർഷം മനസ്സിനാമിവ സത്സംപ്രഹാര. സഹോദരൻ അങ്ങനെ ഉപദേശിക്കാൻ പറ്റുമോ വെച്ചാൽ പണ്ടുണ്ടായിരുന്നു ആ കന്യാകുമാരി. അനുജന് വേദം നന്നായിട്ട് അറിയാം, ജ്യേഷ്ഠമൊട്ടും അറിയില്ല. അങ്ങനെ ഘട്ടം വന്നപ്പോഴാണ് ഇതൊരു വിഷമായി. ഇദ്ദേഹമാണെങ്കിൽ നമസ്കരിക്കേണ്ട അസാധ്യായമൊക്കെ ഉണ്ട്. 10-50 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അനുജനോട് പറയാൻ പറ്റുമോ. അനുജൻ അന്ന് നന്നായിട്ട് അറിയാം ജ്യേഷ്ഠന്. അവസാനം പറഞ്ഞു എനിക്കൊന്ന് ജനിച്ചു. ഇന്നലെ അനിയൻ ജ്യേഷ്ഠൻ ജനിച്ചു എന്നാണ് ചൊല്ലി. അയാൾ പഠിച്ചു. അപ്പൊ ദക്ഷിണം ചെയ്യാൻ ചെയ്തോളെന്ന് പറഞ്ഞു. ആളുണ്ടാവുന്ന മുമ്പിൽ അത് എത്ര പിടിച്ചിരുത്തി ചെയ്തോളൂ ഗുരുനാഥൻ ഭാവത്തിലാണ്. കാരണം ദക്ഷിണ ചെയ്യാനൊന്നും പ്രമാണമില്ല. ഇങ്ങനെ ഭഗവാൻ ആ ദക്ഷിണം ചെയ്ത് അദ്ദേഹം ഞങ്ങൾ അതുപോലെ കുറച്ച് കാലം ജീവിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ സഹോദരൻ യമധർമ്മരാജാവ് തന്നെയാണ് ഭാവത്തില് വേണ്ട ഉപദേശം. അതോടുകൂടി അദ്ദേഹം പുറപ്പെട്ടു. പിന്നാലെ ഗാന്ധാരി പതിവ്രത്യം അനുഷ്ഠിക്കുന്ന ഗാന്ധാരി വാസ്തവം പതിവ്രത തന്നെയാണ്. കാരണം ശരിക്ക് ലോകത്തിലും പല അഭിപ്രായമുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്ന് സംശയമുണ്ട്. കാരണം ഭർത്താവ് അന്ധനായപ്പം കണ്ണ് കെട്ടി നടന്ന ആളാണ്. ശരിക്കും ഭർത്താവിന്റെ കണ്ണ് ആവേണ്ടവളാണെങ്കിലും ഭർത്താവിനില്ലാത്ത സുഖം തനിക്ക് വേണ്ട എന്ന് വിചാരിച്ച ആളാണ് ഗാന്ധാരി. സദാസമയത്തും കണ്ണ് വിളിച്ച് കണ്ണ് കെട്ട് തുറന്നിട്ടില്ല. അപ്പം ശ്രീകൃഷ്ണ ഭഗവാനെ ശരിക്കാൻ
അങ്ങനെ ഭർത്താവിന്റെ പിന്നാലെ കയ്യം പിടിച്ച പതിയം പ്രയാന്തം സുബലസ്യ പുത്രീ പതിവ്രതാനുജാമസാധ്വീ ഹിമാലയത്തിൽ നടന്നു. പിന്നാലെ ഭർത്താവിനോട് ഒരു പിന്നാലെ നടന്നു. ഇവിടെ പിന്നാലും സംശയിച്ചു കൊടുക്കുന്നത് അങ്ങടെ ഭർത്താവിനോടുകൂടി അങ്ങോട്ട് പോയി. അജാതശത്രു കൃതമൈത്രോ ഹുതാഗ്നിയറു വിപ്രാൻ മത്വാ തിലകോ ഭൂമിരുപ്പയ്യ ഗൃഹം പ്രവിഷ്ടോ ഗുരുവന്ദനായാത്മജാവശ്യൽ ഇതരൗ സൗകരീഞ്ച. എന്നാൽ ആരോടും പറയാതെ കണ്ടാണ് രാഷ്ട്രമഹാരാജാവും ഗാന്ധാരിയും വിതുരനും പോയി. ഒരാളോടും പറഞ്ഞില്ല. എന്നാൽ ഹനുമന്ത് മഹാരാജാവ് കുളിന്തേവാലും നമസ്കാരം പൂജയും കഴിഞ്ഞിട്ടാണ് അജാതശത്രു കൃതമൈത്രോഹൂതാഗ്നിയറു വിപ്രാൻ മത്വാ തിലകോ ഭൂമിരുപ്പൈഹ. സന്ധ്യാവനാദികളൊക്കെ കഴിഞ്ഞ് അഗ്നികളുടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് ബ്രാഹ്മണരെ പൂജിച്ച്